കംഫർട്ടായി സന്തോഷത്തോടെ ജോലി ചെയ്യാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എന്നാൽ മിക്ക തൊഴിലിടങ്ങളും ടോക്സിക് ആവാറുണ്ട്. ജീവനക്കാരുടെ വികാരങ്ങളെ മാനിക്കാതെ മുട്ടൻ പണി നൽകുന്ന തൊഴിലുടമകളെ കാണാറുമുണ്ട്. ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കെതിരെ മനം അടുത്ത പരാതി നൽകാൻ നിർബന്ധിതരാകുന്നവരും നിരവധിയാണ്. എന്നാൽ കോർപ്പറേറ്റ് ലോകത്ത് ഇപ്പോൾ മറ്റൊരു ട്രെൻഡാണ് പ്രതികാര രാജി അഥവാ റിവഞ്ച് ക്വിറ്റിംഗ് ആണ് ഇപ്പോൾ ലോകത്ത് തരംഗമാവുന്നത്. പ്രതികാര രാജിയെ വികാരഭരിതവും നാടകീയവുമായ എക്സിറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. നിരാശയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ജീവനക്കാരെ എത്തിക്കുന്നത്. ക്വയറ്റ് ക്വിറ്റിംഗ് ആയിരുന്നു മുമ്പ് നടന്നിരുന്നത്. സമാധാനപരമായി പിരിഞ്ഞു പോവുക എന്ന പ്രവണതയിൽ നിന്ന് ഇത്രയും കാലം ദ്രോഹിച്ചവരോട് പ്രതികാരം ചെയ്തുകൊണ്ട് ജോലി വിടുന്നതിൽ വരെ എത്തി കാര്യങ്ങൾ. പണ്ടൊക്കെ പുതിയൊരു ജോലി ലഭിക്കുമ്പോഴും ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവുകയും ചെയ്യുമ്പോഴാണ് ആളുകൾ രാജിവെച്ചിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. വേറെ ചില കാര്യങ്ങളിലാണ് ജീവനക്കാർ രാജിവെച്ച് പുറത്തു പോകുന്നത്. നിറവേറ്റാത്ത വാഗ്ദാനങ്ങൾ, ടോക്സിക് ആയ തൊഴിലന്തരീക്ഷം, അംഗീകാരമില്ലായ്മ ഇവയെല്ലാം പ്രതികാര രാജിയിലേക്ക് നയിക്കുന്നു. അഭിനന്ദനമില്ലാത്ത അവസ്ഥ, അധിക്ഷേപകരമായ പരാമർശം, അമിത ജോലി എന്നിവയൊക്കെ ജീവനക്കാരെ പ്രതികാര രാജിയിലേക്ക് തള്ളിയിടുന്നുണ്ട്. കമ്പനിയുടെ ബിസിനസ് ചെറിയ രീതിയിലെങ്കിലും തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പെട്ടെന്ന് രാജിവെക്കുന്നത്. ജെൻ സിക്കാർ, അതായത് 1997 മുതൽ 2012 വരെ ജനിച്ചവരാണ് ഈ ട്രെൻഡിന് തുടക്കം കുറിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. നിരവധി കമന്റുകളും ഇതിൽ വരുന്നുണ്ട്. തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് തോന്നുമ്പോൾ ജീവനക്കാർ ജോലി മതിയാക്കുന്നു. വളരെ വൈകുന്നതിന് മുമ്പ് തൊഴിലുടമ ആരോഗ്യകരമായ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നു. ജോലിയല്ല, ടോക്സിക് ചുറ്റുപാടുകളാണ് ജീവനക്കാർ ഉപേക്ഷിക്കുന്നതെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്യുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് റിവെഞ്ച് ക്വിറ്റിംഗ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.